ഹലോ, ക്രിസ്റ്റഫർ നോളന്റെ ഒഡീസി ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പടം. ടെക്നിക്കൽ സൈഡിനെ കുറിച്ച് ഞാൻ അധികം പറയാൻ വേണ്ടി പോകുന്നില്ല, കാരണം ഇതൊരു ഇന്റർനാഷണൽ സ്റ്റഫാണ്. കണ്ടു കഴിഞ്ഞാൽ കണ്ടതുപോലെ ഒരു പടം കണ്ടു എന്ന് വെച്ചാൽ ഇതെല്ലാം കാണുമ്പോഴാണ് നമ്മളെ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്ത് കയ്യിൽ കൊണ്ടുതരും. സ്ക്രിപ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാലും ആക്ടിങ്, അതിന്റെ എല്ലാ കാര്യങ്ങളും, ആക്ടിങ്, ഇതിന്റെ കോസ്റ്റ്യൂംസ്, ഡയലോഗ്സ്, വളരെ പോയറ്റിക് ആയിട്ടുള്ള കിടിലം ഡയലോഗ്സ് ആണ് ഇതിൽ നോളൻ എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രഫി, ഹൊയ്ത്തവയാണ് ഈ പടത്തിന്റെ ഫ്രെയിംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ചെങ്ങയുടെ പടങ്ങൾക്കെല്ലാം അത് ക്യാമറ വർക്കിനെല്ലാം പൊതുവെ ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ടാവാറുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഹൊയ്ത്തവൻ ചെയ്തതാണ്. പിന്നെ ഒരു സമയത്ത് നമ്മുടെ ഡെനീസ് വില്ലിനോവിന്റെയും നോളന്റെ എല്ലാം സ്ഥിരം ക്യാമറമാൻ ആയിരുന്നു ഹൊയ്ത്തേമ. പിന്നെ ഈ പടത്തിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുള്ളത് ലുഡ്വിഗ് ഹൊറാൻസൺ ആണ്. കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് ഹോളിവുഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ കത്തിച്ച് പടങ്ങൾ ചെയ്യുന്ന ആളാണ്, മ്യൂസിക് വർക്ക് ചെയ്യുന്ന ആളാണ് ലുഡ്വിഗ് ഹൊറാൻസൺ. കിടിലമായിട്ടുള്ള വർക്കായിരുന്നു. ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഏകദേശം 2 മണിക്കൂർ 53-54 മിനിറ്റ് ഈ പടമുണ്ട്. 3 മണിക്കൂർ തന്നെ പിടിച്ചോ. അപ്പൊ നല്ല മ്യൂസിക് ക്വാളിറ്റി ഉള്ള നല്ല മ്യൂസിക് സിസ്റ്റം ഉള്ള തിയേറ്റർ ചൂസ് ചെയ്യുക. കാരണം ഈ പടത്തിന്റെ മ്യൂസിക് ചാനൽ അല്ലെങ്കിൽ ട്രാക്ക് എല്ലാം ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ സാധാരണ തിയേറ്ററുകളിൽ, നമ്മുടെയൊക്കെ നാട്ടിലുള്ള തിയേറ്ററുകളിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാല് അതിന്റെ മൊത്തം ഫുൾ വോളിയത്തിലൊന്നും നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ സിനിമ ഞങ്ങളുടെ നാട്ടിൽ കാസർഗോഡ് നിന്ന് കാണുന്ന സമയത്ത് വളരെ സാധാരണ തിയേറ്ററിലാണ് ഞാൻ പടം കണ്ടത്. അപ്പോൾ പല ട്രാക്കുകളും ഇതിന്റെ മ്യൂസിക് ചാനല് വേറൊരു ഭാഗത്തും ഇതിന്റെ ഈ റിവർബും വൈബ്രേഷനും മാത്രമേ നമുക്ക് തിയേറ്ററിന്റെ ഉള്ളിൽ കേൾക്കാൻ വേണ്ടി പറ്റൂ. അപ്പൊ നല്ല ഹെവി സാധനങ്ങളൊന്നും നമുക്ക് ആ ഒരു ഫുൾ ലെവലിൽ കേൾക്കാൻ വേണ്ടി പറ്റില്ല. പലപ്പോഴും നമുക്ക് ഈ വൈബ്രേഷൻ മാത്രമേ കിട്ടാറുള്ളൂ. പക്ഷെ അപ്പോഴും സിനിമയുടെ ഈ ആസ്വാദനം തീരെ കുറഞ്ഞു പോകുന്നില്ല കേട്ടോ. നമുക്കൊരു കിടിലം പടം കാണുന്ന എല്ലാ ഫീലും സിനിമ തരുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു പടമാണിത്. ഇത് കണ്ടാലുണ്ടല്ലോ കണ്ടതുപോലെ ഉണ്ടാകും. അതായത് ഈ പടം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്കൊരു അഭിമാനമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ സ്റ്റോറി ഓൾറെഡി എല്ലാവർക്കും അറിയാം. കാരണം ലിറ്ററേച്ചർ പരിചയമുള്ള എല്ലാ ആൾക്കാർക്കും ഹോമറിന്റെ ഒഡീസി എന്ന് പറയുന്ന കഥ ഒരുവിധം അറിയാം. പിന്നെ ഈ കഥയും നമ്മുടെ രാമായണവും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാല് രാമായണം എഴുതുന്നതിനും ഒരു 400 വർഷം മുമ്പാണ് ശരിക്കും ഒഡീസി എന്ന് പറയുന്ന കഥ എഴുതുന്നത്. ഈ 2 കഥകളും ആദ്യകാലത്ത് വാമൊഴിയായി പ്രചരിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് എഴുതപ്പെട്ട കഥകളാണ്. 2 കഥകളിലും ഇവിടെ നമ്മുടെ ട്രോയ് രാജാവ് ഹെലനെ അടിച്ചുകൊണ്ട് പോകും, ഇപ്പുറത്ത് രാവണൻ സീതയെ അടിച്ചുകൊണ്ട് പോകും. പിന്നെ അവസാനം നായകൻ വന്ന് വില്ല് കൊലച്ചിട്ടാണ് 2 കഥകളിലും നായികയെ തിരിച്ച് സ്വന്തമാക്കുന്നത്. സോ കുറച്ച് കോമൺ സെൻസ് എല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ പല സിമിലാരിറ്റി നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റും. പക്ഷെ 2 കഥകളാണല്ലോ, അപ്പൊ കഥയായിട്ട് തന്നെ കാണാം. പിന്നെ ഈ ഒരു കഥയെ നോളൻ എങ്ങനെ ട്രീറ്റ് ചെയ്യും അത് കാണാനാണല്ലോ നമ്മൾ പോകുന്നത്. സോ നോളൻ കഥ പറയുന്നത് നോൺ ലീനിയർ ആയിട്ടായിരിക്കും. ഒരിക്കലും ഒരു സ്പൈക്ക് ആയിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം 20 വർഷത്തെ സ്റ്റോറിയാണിത്. 10 വർഷം ട്രോജൻ വാറും ബാക്കിയുള്ള 10 വർഷം ഇവർ ഈ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചിവരുടെ നാട്ടിലേക്ക് ഇത്താക്കയിലേക്ക് തിരിച്ചു വരുന്ന ഒരു കഥ കൂടിയാണ്. അപ്പൊ ഈ വരവിനിടയിൽ പലതരത്തിലുള്ള മോശം അനുഭവങ്ങളും അല്ലെങ്കിൽ ദുരന്തങ്ങളെല്ലാം ഇവരുടെ ഈ യാത്രക്കിടയിൽ സംഭവിക്കും. ഇവരുടെ ഒരുവിധം എല്ലാ പടയാളികളും നഷ്ടപ്പെട്ട അവസാനം ഒഡീഷ്യസ് മാത്രമാണ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇയാളുടെ ഭാര്യ പെനലോപ്പ ഇവിടെ ഒറ്റയ്ക്കായിരിക്കും. ഇവർക്കൊരു മകൻ ജനിച്ചിട്ടുണ്ടാകും, ടെലിമാക്കസ് ആണെങ്കിൽ ഒഡീഷ്യസിനെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സോ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോളൻ എങ്ങനെയായിരിക്കും അവതരിപ്പിക്കുക അത് കാണാനാണ് ഞാൻ പോയിട്ടുള്ളത്. സോ ഈ പടം നോളന്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടല്ലോ, കഥ നോൺ ലീനിയർ ആയിട്ട് പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് അതായത് ഫ്ലാഷ് ബാക്ക് അടിച്ച് മുന്നോട്ടും പുറകിലോട്ടൊക്കെ പോയി നമ്മളിങ്ങനെ പിടിച്ചിരുത്തി അവസാനം ക്ലൈമാക്സിൽ ഒരു ബോംബ് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട്. അതും നല്ല വൃത്തിയായിട്ട് അദ്ദേഹം ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ഈ ട്രോജൻ കുതിര എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നല്ല കിടിലമായിട്ടാണ് നോളൻ ചെയ്തു വെച്ചിട്ടുള്ളത്. മലയാളത്തിലും പൊതുവെ എല്ലാ ഭാഷകളിലും ട്രോജൻ കുതിര എന്ന് പറയുന്ന ഒരു പ്രയോഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു വലിയ കുതിരയെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആ കുതിരയുടെ അകത്ത് പടയാളികളൊക്കെ ഒളിച്ചിരുന്ന് പിന്നീട് ഇതിനെ കൊട്ടാരത്തിലേക്ക് ആൾക്കാർ വലിച്ചു കൊണ്ടുപോയിട്ട് ആ രാജ്യം മൊത്തം കീഴടക്കുന്ന ഒരു കിടിലൻ ഐഡിയ, ഒഡീഷ്യസിന്റെ ഐഡിയ ആയിരുന്നു. അങ്ങനെയാണ് രാജ്യം മൊത്തം പിടിച്ചെടുക്കുന്നത്. ഏതാണ്ട് 10 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടാണ് അവർ ഈ ട്രോജൻ യുദ്ധം ജയിക്കുന്നത്. അതിനുശേഷം ഒഡീഷ്യസും ഭടന്മാരെല്ലാം തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇവർക്ക് ഈ സമുദ്ര ദേവനായിട്ടുള്ള, കടൽ ദേവനായിട്ടുള്ള പോസൈഡസിന്റെ ഒരു ശാപം ഇവരെ മേലെ ഏൽക്കും. ആ ശാപമാണ് ഇവരെ ഈ വഴി മൊത്തം തെറ്റിക്കുന്നത്. ഇവര് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന വഴിക്ക് മൊത്തം ഓരോ ദുർഘടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഈ കടൽ ദേവന്റെ ഒരു ശാപം കൊണ്ടാണ്. അങ്ങനെ ഇവര് ആദ്യം കണ്ടുമുട്ടുന്നത് സൈക്ലോപ്സ് എന്ന് പറയുന്ന ഒരു ഭീകരനെയാണ്. അതിലൊരു പോളിഫീമസ് എന്ന് പറയുന്ന ഒരാളുടെ ഗുഹയിൽ ഇവര് പെട്ടുപോകും. പോളിഫീമസ് എന്ന് വെച്ചാൽ വലിയ ഭീമാകാരനായിട്ടുള്ള ഒരു ഒറ്റ കണ്ണൊരു സാധനമാണ്. അതിനെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പേടിച്ചു പോകും. ഈ സാധനം അവിടെ കൂർക്കം വലിക്കുന്ന ഒരു സീനുണ്ട്, അതുപോലെ തന്നെ കിടന്ന് അലറുന്ന ഒരു സീനുണ്ട്. ശരിക്കും തിയേറ്റർ മൊത്തം കുലുങ്ങിപ്പോയൊരു ഫീലായിരുന്നു. അങ്ങനെ ഈ പോളിഫീമസിനെല്ലാം പരാജയപ്പെടുത്തിയിട്ട് ഇവർ തിരിച്ച്
കടലിലേക്ക് കപ്പലിലേക്ക് കയറി വരും. അപ്പൊ പോളിഫീമസിനെ ഇവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പോളിഫീമസ് ആക്ച്വലി ഈ കടൽ ദൈവമായിട്ടുള്ള പോസൈഡസിന്റെ മകനായിരുന്നു. അപ്പോൾ ഓൾറെഡി ഈ കടൽ ദൈവത്തിന്റെ ശാപമുണ്ട്, അതിന്റെ കൂടെ ഇയാളുടെ മകനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ വീണ്ടും ഇവർക്ക് ശാപം കിട്ടും. അങ്ങനെ ഇവര് രക്ഷപ്പെട്ട് കടൽ വഴി ഒരു മറ്റൊരു ദ്വീപിലേക്ക് ഒരു കരയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ സിറസ് എന്ന് പറഞ്ഞിട്ടൊരു ദുർമന്ത്രവാദിനി ഉണ്ടാവും. ഈ സിറസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൂടെയുള്ള ഈ ഭടന്മാരെ മൊത്തം മൃഗങ്ങളാക്കി മാറ്റും. അങ്ങനെ ഈ ഒഡീഷ്യസ് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് ഇവരെ തിരിച്ച് മനുഷ്യന്മാരൊക്കെ ആക്കും. അപ്പൊ ഇത് ഏകദേശം വർഷങ്ങളോളം എടുത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ സിറസിന്റെ അടുത്തുനിന്ന് ഒരു വിധത്തിൽ ഭടന്മാരെയൊക്കെ രക്ഷിച്ച്, എല്ലാവരും രക്ഷിക്കാൻ പറ്റില്ല കേട്ടോ, കുറച്ച് ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോകും. രക്ഷിച്ച് തിരിച്ച് കടലിലേക്ക് വരും. അങ്ങനെ കടലിലേക്ക് വരുന്ന വഴിക്ക് സിറസ് എന്ന് പറയുന്നത്, ദുർമന്ത്രവാദിനിയുടെ പേര് സിർസി എന്നാണ് കേട്ടോ. സിറസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ ഇവർ കാണും. അതായത് പാട്ട് പാടിയിട്ട് ആൾക്കാരെ മയക്കിയെടുക്കുന്ന ഒരു മന്ത്രവാദികളെ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ ഇവരുടെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാരുടെ ട്രാപ്പായി പോകും. അങ്ങനെ ഈ ഒഡീഷ്യസ് എന്തെന്ന് വെച്ചാല് ഈ ഇവന്റെ പാട്ട്, സിറസിന്റെ പാട്ട് കേൾക്കാതിരിക്കാനായിട്ട് ഈ ഭടന്മാരുടെ ചെവിയിൽ മൊത്തം ഈ മെഴുകെല്ലാം വെച്ചതിന് ശേഷം കപ്പലിൽ ഇങ്ങനെ പോകും. അങ്ങനെ ഒഡീഷ്യസ് മാത്രം ഈ പാട്ട് കേൾക്കും, ബാക്കി ആരും ഇത് കേൾക്കില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് സില്ല എന്ന് പറയുന്ന ഒരു വലിയ കടൽ ചുഴി ഉണ്ടാക്കും. പിന്നെ ഒരു കാരിബിസ് എന്ന് പറയുന്ന ഒരു 6 തലയുള്ള ഒരു ജീവി എല്ലാം വന്നിട്ട് ഇവർ അറ്റാക്ക് ചെയ്യും. അറ്റാക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ഭടന്മാരൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ വേറൊരു ദ്വീപിലെത്തുന്ന സമയത്ത് ഇവര് ഒരുപാട് പശുക്കളെല്ലാം അവിടെ വെച്ച് കാണും. അപ്പോൾ ഒരുപാട് നാളായിട്ട് കടലിൽ കൂടെ ഇവർ ട്രാവൽ ചെയ്യുന്നുണ്ട്. നല്ല വീക്കാണ് ആൾക്കാർ, വിശപ്പും ദാഹവും എല്ലാം ഉണ്ട്. അങ്ങനെ ഇയാളുടെ ഭടന്മാരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പശുവിനെ ഇവര് തട്ടിയിട്ട് ഫ്രൈ ആക്കും. ബീഫ് ഫ്രൈ ആക്കി തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തിന്നും, എല്ലാവരും തിന്നും. അപ്പൊ ഇത് സൂര്യഭഗവാന്റെ പശുക്കളായിരുന്നു. അപ്പൊ വീണ്ടും സൂര്യഭഗവാന്റെ ശാപം ഉണ്ടാവും. ഇങ്ങനെ ഭടന്മാര് മൊത്തം അവിടെ വെച്ച് മരണപ്പെട്ടു പോകും. പക്ഷെ നമ്മുടെ ഒഡീഷ്യസ് അവിടെ വെച്ച് ഒരു അപ്സരസ്, കാലിപ്സോ എന്ന് പറയുന്ന അപ്സരസുമായിട്ട് പ്രണയത്തിലാക്കും. ആക്ച്വലി ഈ അപ്സരസ് ഇയാളെ ട്രാപ്പ് ചെയ്യണം കേട്ടോ. പ്രേമിച്ചൊരു 7 വർഷം വീണ്ടും വേറൊരു ദ്വീപിൽ ഇയാളെ പിടിച്ചിടും. അത് അയാൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും അവസാന സമയത്താണ്. പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ഇയാള് തിരിച്ച് ഇത്താക്കയിലേക്ക് മടങ്ങി വരും. പക്ഷെ മടങ്ങി വരുന്ന സമയത്ത് നമ്മുടെ പെനലോപ്പി എന്ന് വെച്ചാൽ ഇയാളുടെ ഭാര്യ, ഈ ഭാര്യ ഇയാളെ കണ്ടിട്ട് തന്നെ ഏകദേശം 20 വർഷത്തോളായി. ഒരു വലിയൊരു ലവ് സ്റ്റോറി അതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇയാളുടെ പ്രണയം, അതായത് നമ്മുടെ ഒഡീഷ്യസിന്റെയും ഇയാളുടെ ഭാര്യയും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റിമസിയും കാര്യങ്ങളൊക്കെ സിനിമയിൽ പറഞ്ഞു വരുന്നുണ്ട്. ഇവർ കണ്ടിട്ട് തന്നെ അത്രയും നാളായി. പക്ഷെ ഇയാളുടെ ഒരു ആബ്സെൻസിൽ പല ആൾക്കാരും, ആ നാട്ടിലുള്ള പല ധനികന്മാരും പ്രമാണികളെല്ലാം ഇയാളുടെ ഭാര്യയെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം നമ്മുടെ ഒഡീഷ്യസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്വത്തെല്ലാം ഇങ്ങനെ ദൂർത്തടിക്കുന്നുണ്ടാകും ആ നാട്ടിലുള്ള ആൾക്കാര്. പക്ഷെ പെനലോപ്പി ഈ ഒഡീഷ്യസ് ഏതെങ്കിലും കാലത്ത് മടങ്ങി വരും, ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു വാക്കിന്മേൽ ട്രസ്റ്റ് ചെയ്തിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും. ഇതിന്റെ ഇടയിൽ ടെലിമാക്കസ്, അതായത് ഇവരുടെ മകൻ, ഒഡീഷ്യസിന്റെയും പെനലോപ്പിയുടെയും മകനായിട്ടുള്ള ടെലിമാക്കസ് നമ്മുടെ ഒഡീഷ്യസിനെ കണ്ടെത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ തിരിച്ചുള്ള നാട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒഡീഷ്യസ് നാട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പിച്ചക്കാരനെ പോലെ ആയിട്ടുണ്ടാകും. ഒരു പുതപ്പൊലം പൊതിച്ച്, വയസ്സായി, പിന്നെ യുദ്ധം ചെയ്ത് ആളാകെ വീക്കായിട്ടുണ്ടാകും. അങ്ങനെ ഇയാൾക്ക് മനസ്സിലാകും ടെലിമാക്കസിനെ കണ്ടിട്ട് ഇയാളുടെ മകനാണെന്നുള്ള കാര്യം തിരിച്ചറിയും. അങ്ങനെ ഇവർ കൊട്ടാരത്തിലേക്ക് വരുന്ന സമയത്ത് പെനലോപ്പി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാകും, അതായത് ഒഡീഷ്യസ് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒഡീഷ്യസ് ആദ്യം അങ്ങനെ ഇത് ഞാൻ ഒഡീഷ്യസ് ആണെന്നുള്ള കാര്യം പറയൊന്നുമില്ല. പിന്നെ അവിടെ വെച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇവിടെ കൊട്ടാരത്തിൽ വന്നിട്ടുള്ള ഈ പ്രമാണിമാരായിട്ട് ചില യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. യുദ്ധം മീൻസ് ഒരു അടിയും ഇടിയൊക്കെ ഉണ്ടാകും. അവസാനം പെനലോപ്പി എന്ന് വെച്ചാൽ ഒരു വലിയ മത്സരം വയ്ക്കും. അതായത് ഈ വില്ല് കുലച്ച് 12 ആക്സസ് മഴുവിന്റെ ഇടയിൽ കൂടി ശരം അമ്പ് തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അയാളെ കല്യാണം കഴിക്കാം. അങ്ങനെ പക്ഷെ ആ വില്ല് വരയ്ക്കുന്നത് എപ്പോഴും ഒഡീഷ്യസിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ ഞാനിങ്ങനെ പറയുന്നില്ല കേട്ടോ, ചെയ്തു വെച്ചിട്ടുള്ളത് വേറൊരു കിടിലൻ ലെവലാണ്. നമ്മൾ എത്ര സൈലന്റ് ആയിട്ട് ഈ പടം ഇരുന്ന് കണ്ടാലുണ്ടല്ലോ, അവസാനം വന്നിട്ടുള്ള ചെങ്ങായി ഒഡീഷ്യസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞൊരു മൊമെന്റിലില്ലേ നമ്മൾ ഒരു സൗണ്ട് അവിടെ ഉണ്ടാക്കുന്നത്. അത് തിയേറ്റർ മൊത്തം എല്ലാവർക്കും ഒരേ സൗണ്ട് ആയിരുന്നു. ഞാൻ വിചാരിച്ചു എന്റെ മാത്രം സൗണ്ട് ആയിരിക്കുന്നത്, പക്ഷെ അത് എല്ലാവരും ഏകദേശം അതേ സൗണ്ട് തന്നെ ആയിരുന്നു. പിന്നെ വില്ല് വരയ്ക്കുന്ന സീനും അടിപൊളിയാണ്. അത് കിടിലായിട്ടാണ് ചെങ്ങായി ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്ട്രിങ് മൈ ബോ എന്നിട്ട് ഇയാൾ ഈ സ്ട്രിങ് വെച്ചിട്ട് ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ആദ്യം ചെയ്യുന്നുണ്ട്, അവസാനം ചെയ്യുന്നുണ്ട്. പിന്നെ ചില ഡയലോഗ്സ് എല്ലാം നോളൻ ഇങ്ങനെ കാച്ചി കുറുക്കി എഴുതി വിടും. ഇതില് നമ്മുടെ ടെലിമാക്കസും അയാളുടെ അമ്മയും പെനലോപ്പിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഭാഗമുണ്ട്. അവിടെ വെച്ച് പെനലോപ്പി പറയുന്നുണ്ട്, ഇപ്പൊ നീ കാണുന്ന ഈ കൊട്ടാരവും ഈ കോട്ടയൊക്കെ ആൾക്കാർ ഈ കൊട്ടാരത്തിനും കോട്ടയ്ക്കും മുകളിൽ ഒരു ബഹുമാനവും ഒരു വിശ്വാസവും എല്ലാം വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് നമ്മുടെ മേലുള്ള വിശ്വാസവും ഒരു മതിപ്പലം എന്നാണോ അവസാനിക്കുന്നത്, അന്നത്തോടുകൂടി ഈ കൊട്ടാരവും ഈ കോട്ടകളൊക്കെ വെറും കല്ലും മണ്ണുമായിട്ട് മാറിപ്പോകുന്നത്. ഇത് കേട്ട സമയത്ത് ആ ഡയലോഗിന്റെ ഒരു പ്രസക്തി എന്ന് വെച്ചാലുണ്ടല്ലോ, രാജ്യങ്ങൾക്കപ്പുറം വൻകരകൾക്കപ്പുറം പ്രസക്തമായിട്ടുള്ള ഡയലോഗാണിത്. നമ്മുടെ നാട്ടിൽ തന്നെ പല ഭരണാധികാരികളും അവർ ഭരിക്കാൻ വരുന്ന സമയത്ത് പലതരത്തിലുള്ള നിർമ്മിതികൾ ഉണ്ടാക്കും, എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കും, ഒരുപാട് കോടികളൊക്കെ ചെലവഴിച്ചുകൊണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അവരുടെ ഭരണത്തിന്മേലെ
അല്ലെങ്കിൽ അവരുടെ ഒരു ഗവേണൻസിന് മുകളിൽ അവർ ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ള എന്താണ് വാഗ്ദാനങ്ങൾക്ക് മുകളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു കഴിയുന്ന സമയത്തുണ്ടല്ലോ, അവരിനി എന്തൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാലും അത് വെറും കല്ലും മണ്ണുമായിട്ട് മാത്രമേ നമുക്കും തോന്നൂ. സോ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കാൻ കേട്ടോ. ഞാൻ ഡയലോഗ് ബൈ ഡയലോഗ് പറയുന്നില്ല, രസം. നോളന്റെ ഒരു പടം കാണുക വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന ഒരു എക്സസൈസ് പോലെയാണ്. നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ചിന്തിക്കും, വീണ്ടും നമ്മളെ റീവാച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ നോളന്റെ പടങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഒരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട് മാറുന്നത്. അതായത് വെറുതെ ഇങ്ങനെ ഗുമ്മാക്കിയിട്ട് ഇങ്ങനെ നോളൻ വെറുതെ ഗ്യാസ് അടിച്ചു വിടുന്നില്ല. നോളൻ ഒരു ജീനിയസ് ആയിട്ടുള്ള മനുഷ്യനാണ്. സോ ഡയലോഗ് ബൈ ഡയലോഗ് നമുക്ക് ഓരോ കാര്യങ്ങളും റീവാച്ച് ചെയ്യാനും ശ്രദ്ധിക്കാനും തോന്നുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. സോ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പോലെ തോന്നും. പിന്നെ അഭിനേതാക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റ് ഡാമൻ ആണ് മെയിൻ ലീഡിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ റോബർട്ട് പാറ്റിൻസൺ ഉണ്ട്, ഒരുപാട്. പിന്നെ ട്രാവിസ് സ്കോട്ടിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ, പാട്ടുകാരൻ ട്രാവിസ് സ്കോട്ട് ഉണ്ട്. പിന്നെ സെന്തി അഭിനയിച്ചിട്ടുണ്ട്. സെന്തി ഇതില് അഥേന എന്ന് പറയുന്ന ഗ്രീക്ക് ദേവതയുടെ ഒരു ഇതിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇയാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാലൂസിനേഷൻ പോലെ ഉണ്ടാകും, ഈ അഥേന വരുന്നതായിട്ട് ഇയാൾക്ക് തോന്നും. അത് സെന്തിയാണ് ചെയ്തിട്ടുള്ളത്. സെന്തിയ വരുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഡ്യൂണിൽ തന്നെ ചില സീനൊക്കെ ഓർമ്മ വന്നു. പിന്നെ ആ ഒരു ഫിഗറും ആ ഒരു എന്താണ് പശ്ചാത്തലമൊക്കെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും. പിന്നെ ഡ്യൂൺ 3യുടെ ടീസർ പടത്തിന് മുമ്പായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ സെന്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് ഡ്യൂണിന്റെ ഒരു ഓർമ്മയാണ് ഉണ്ടാകുക. പിന്നെ വില്ലിന്യൂവും നോളന്റെയും മേക്കിംഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എവിടെയെങ്കിലൊക്കെ ചില ഇതൊക്കെ നമുക്ക് തോന്നും. പക്ഷെ സിനിമ പ്രാന്തുള്ളതുകൊണ്ടാണ് തോന്നുന്നത്. ഇന്ത്യയെ കാണുന്ന സമയത്തല്ല എനിക്ക് ഡ്യൂണുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി തോന്നും. കണ്ടു നോക്കുക, കിഡിലമായിട്ടൊരു പടമാണ് ഒഡീസി. ഹെവി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടം. ഓസ്കാറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലേടാ, പല പടകളും വാങ്ങിക്കൂട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ മാറ്റ് ഡാമന്റെ മറ്റുള്ള അഭിനേതാക്കളുടെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിലും നോളൻ ഉറപ്പായിട്ടും തോക്കും. അതുപോലെ തന്നെ ലുഡ്വിഗ് ഗൊറാൻസണിനും സാധ്യതയുണ്ട്, ഹൊയ്ത്തേവാൻ ഹൊയ്ത്തമയ്ക്കും സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്, പിന്നെ എഡിറ്ററിന്റെ പേര് ഞാൻ മറന്നുപോയി. സ്ഥിരമായിട്ട് നോളൻ അവിടെ എഡിറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു, പെട്ടെന്ന് വിട്ടുപോയി, കിട്ടുന്നില്ല. പ്രതീക്ഷയുണ്ട്. സോ സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ.